ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലെക്ചറിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്പീച്ചാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മുടെ ഫസ്റ്റ് സെക്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്? ഈ ഒരു സ്പീച്ച് ആക്ച്വലി അദ്ദേഹം വാസ് ഡെലിവേർഡ് ബൈ ജവഹർലാൽ നെഹ്റു ഓൺ ദ ഈവ് ഓഫ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് അറ്റ് മിഡ് നൈറ്റ് ഓൺ August 14, 1947. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ അർദ്ധരാത്രിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചാണ് നമുക്ക് പഠിക്കാനുള്ള ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ളത്. And was heard not only by the assembly members but also by people across the country and around the world. This historic moment marked the end of British colonial rule and the beginning of India's journey as a free and sovereign nation. അപ്പം ഈ ഒരു സ്പീച്ചോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റോട് കൂടിയിട്ട് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? അത്രയും കാലം വർഷങ്ങളോളം നിലനിന്നിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ അവസാനവും അതേപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ തുടക്കവും കൂടെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു വാക്കിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്പീച്ചിനെ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. 3rd പാരഗ്രാഫിൽ പറയുന്നുണ്ട്, urging citizens to eradicate poverty, ignorance and inequality. 3 കാര്യങ്ങളിൽ നിന്നും അവിടുത്തെ പൗരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരെ അതിൽ നിന്നൊരു മോചനം നേടുന്ന തരത്തിലാണ് അദ്ദേഹം ആ ഒരു സ്പീച്ചിനകത്ത് സംസാരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോവേർട്ടിയാണ്, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അദ്ദേഹം 3ൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അജ്ഞതയിൽ നിന്നൊക്കെയുള്ള ഒരു വിമോചനം അല്ലെങ്കിൽ ഒരു രക്ഷ എന്നുള്ള ഒരു മീനിങ് ആണ്. പിന്നെ അസമത്വം എന്ന് പറയുന്ന സംഭവത്തിന് നമ്മൾ എന്താ പറയുക, മാറ്റി നിർത്തുക, എല്ലായിടത്തും സമത്വം കൊണ്ടുവരിക എന്നുള്ള 3 എയിമുകളാണ് പ്രധാനമായിട്ടും. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി പൗരന്മാരെ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹം ആ ഒരു സ്പീച്ചിൽ സംസാരിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മെയിനായിട്ട് സംഭവിക്കുന്നത് എപ്പോഴാണ്? ട്രാൻസിഷൻ ഫ്രം കൊളോണിയൽ റൂൾ ടു സെൽഫ് ഗവേണൻസ്. കൊളോണിയൽ റൂളിൽ നിന്നും സെൽഫ് ഗവേണൻസിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ടും കാണുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറയാം. ലോങ് ഇയേഴ്സ് എഗോ വി മെയ്ഡ് എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള മീനിങ്ങിൽ എടുക്കാം. നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നത് എന്തായിരുന്നു? ആ ഡെസ്റ്റിനി എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ എന്തായിരുന്നു? നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുക എന്നുള്ളതായിരുന്നു അല്ലേ. ആൻഡ് നൗ ദ ടൈം കംസ് വെൻ വി ഷോൾ റെഡീം അവർ പ്ലഡ്ജ്, നോട്ട് ഹോളി ഓർ ഇൻ ഫുൾ മെഷർ ബട്ട് വെരി സബ്സ്റ്റാൻഷ്യലി. ഇപ്പോൾ അതിനുള്ള സമയം വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? വി ഷോൾ റെഡീം അവർ പ്ലഡ്ജ്, നമ്മുടെ പ്രതിജ്ഞയെ നമുക്ക് വീണ്ടെടുക്കാൻ. ഓൾറെഡി നമ്മൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രതിജ്ഞയെ വീണ്ടെടുക്കാനും അതേപോലെ തന്നെ വസ്തുനിഷ്ഠമായിട്ട് അതിനെ ഫുൾ മെഷറിൽ നമുക്ക് കൊണ്ടുവരാനുമുള്ള ഒരു സമയം, ആ ഒരു മൊമെൻറ്റ് നമുക്കിപ്പോൾ വന്നിരിക്കുകയാണ്. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദ മിഡ് നൈറ്റ് അവർ വെൻ ദ വേൾഡ് സ്ലീപ്സ് ഇന്ത്യ വിൽ അവേക്ക് ടു ലൈഫ് ആൻഡ് ഫ്രീഡം. ലോകം മുഴുവൻ ഇപ്പോൾ ഉറങ്ങുന്നൊരു സമയമാണ്, കാരണം മിഡ് നൈറ്റ് ആണ്. പക്ഷേ അതേ സമയത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കുകയാണ് ചെയ്യണം. കാരണം അവരിനി എന്തിലേക്കാണ് പോകാൻ പോകുന്നത്? എല്ലാവർക്കും ഒരു സാധാരണ പ്രഭാതമായിരിക്കും അടുത്ത ദിവസം. പക്ഷേ നമ്മൾ ഇന്ത്യക്കാരെവിടേക്കാണ് പോകാൻ പോകുന്നത്? സ്വാതന്ത്ര്യത്തിലേക്കാണ് നാളെ നേരം പുലരുമ്പോൾ ഇറങ്ങാനായിട്ട് പോകുന്നത്. A moment comes which comes but rarely in history when we step out from the old to the new, when an age ends and when the soul of a nation long suppressed finds utterance. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഹിസ്റ്ററിയിൽ സംഭവിച്ചിട്ടുണ്ടാകും, പക്ഷേ അത് റെയർ ആയിട്ട് മാത്രമേ സംഭവിക്കുള്ളൂ. കാരണം എന്താ? ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള ഒരു ഓൾഡ് സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ന്യൂ ആയ പുതിയൊരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക ഏജിന് തന്നെ, ആ ഒരു കാലഘട്ടത്തിന് തന്നെ നമ്മളൊരു അവസാനം കുറിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ആത്മാവ് ഇത്രയും കാലം എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ആത്മാവ് ഇത്രയും കാലം ലോങ് സപ്രസ്സറായിട്ടിരിക്കുകയായിരുന്നു, മൊത്തത്തിൽ അടിച്ചമർത്തപ്പെട്ടിട്ടിരിക്കുകയായിരുന്നു. ആ ഒരു അടിച്ചമർത്തപ്പെട്ട് വാക്കുകൾ ഇല്ലാതിരുന്ന നമ്മുടെ നേഷന് ഇപ്പോൾ എന്ത് കിട്ടിയിരിക്കുന്നു? ഫൈൻസ് അട്ടറൻസ്. ഇപ്പോൾ നമുക്ക് വാക്കുകൾ കിട്ടിയിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രത്തിന് ഇപ്പോൾ സംസാരശേഷി തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. It is fitting that at this solemn moment we take the pledge of dedication to the service of India and her people and to the still larger cause of humanity. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇവിടെ മുതൽ നമ്മൾ എന്തിനുള്ള ഒരു പവിത്രമായിട്ടുള്ളൊരു മൊമെൻ്റാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മുതൽക്ക് നമ്മൾ എന്ത് ചെയ്യുക? പുതിയൊരു പ്രതിജ്ഞ എടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഡെഡിക്കേഷനാണ്. നമ്മളിത് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ സ്വയം ഒരു നിശ്ചയദാർഢ്യം വരുത്താൻ പോവുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ടു ദ സർവീസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെയും അതേപോലെ തന്നെ ആൻഡ് ഹർ പീപ്പിൾ, ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളുടെയും സേവനത്തിന് വേണ്ടിയിട്ട്, അവരെ സേവിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഹ്യൂമാനിറ്റിയെ തന്നെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതിജ്ഞയിലേക്കാണ് നമ്മളിനി പോകുന്നത്. At the dawn of history, India started on her unending quest. ഇപ്പോൾ കുറേ ചരിത്രം തുടങ്ങിയ കാലം മുതൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, അത്രയും വർഷങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മുടെ ഒരു അവസാനമില്ലാത്ത ആ ഒരു ക്വസ്റ്റ് നമ്മളിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ തേടിക്കൊണ്ടിരിക്കുന്നത്? ആൻഡ് ട്രാക്കിൾ സെഞ്ചുറീസ് ആർ ഫിൽഡ് വിത്ത് ഹെർ സർവൈവിങ് ആൻഡ് ദ ഗ്രാൻഡർ ഓഫ് ഹെർ സക്സസ് ആൻഡ് ഹെർ ഫെയിലിയേഴ്സ്.
പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? സക്സസ്സിലെത്താൻ വേണ്ടിയിട്ട്. അവളുടെ എല്ലാ തരത്തിലുള്ള ഫെയിലിയേഴ്സും തകർത്തുകൊണ്ട് മുന്നോട്ട് ക്വസ്റ്റ് ചെയ്ത് തേടി കണ്ടുപിടിച്ച് നമ്മൾ എവിടേക്ക് എത്തണം, സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ചരിത്രം തുടങ്ങിയ കാലം മുതൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ത്രൂ ഗുഡ് ആൻഡ് ഇൽ ഫോർച്യൂൺ ലൈക്ക് ഷീ ഹാസ് നെവർ ലോസ്റ്റ് സൈറ്റ് ഓഫ് വാട്ട് ക്വസ്റ്റ് ഓഫ് ഫോർഗോട്ടൻ ദ ഐഡിയൽസ് വിച്ച് ഗാവ് ഹർ സ്ട്രെങ്ത്. ഒരുപാട് എന്താ പറയുക, ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞു. ഒരിക്കലും അവർക്ക് ആ ഒരു കാഴ്ച നഷ്ടപ്പെടുക, അല്ലെങ്കിൽ എന്തിനാണ് അത് ഇത്രയും കാലം നമ്മൾ എന്തിനാണ് പുറപ്പെട്ടത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മറന്നു പോവുകയോ സ്വന്തം ധൈര്യം ചോർന്നു പോവുകയോ ഒന്നും ചെയ്യാതെയാണ് നമ്മുടെ ഇന്ത്യ മുന്നോട്ട് പൊരുതി വന്നിട്ടുള്ളത്. We end today a period of ill fortune and India discovers herself again. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ദുർഭാഗ്യത്തിൻ്റെ ആ ഒരു കാലഘട്ടം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്ത്യ അവളെ സ്വയം കണ്ടുപിടിച്ചിരിക്കുന്ന സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. The achievement we celebrate today is but a step, an opening of opportunity to the greater triumphs and achievements that await us. ഇപ്പോൾ നമ്മൾ കിട്ടിയിട്ടുള്ള ഈ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് മാത്രമാണ്, അതൊരു അവസാനമല്ല, എല്ലാത്തിൻ്റെയും തുടക്കമാണ്. അതെവിടേക്കാണ്? പുതിയ പുതിയ സാധ്യതകൾ, പുതിയ പുതിയ വിജയങ്ങളിലേക്ക്, പുതിയ പുതിയ അച്ചീവ്മെൻറ്റ്സിലേക്കൊക്കെ നമ്മളെ കാത്തു നിൽക്കുന്ന, അതിലേക്കൊക്കെ നമ്മളെ എത്തിക്കൊണ്ടുപോകാൻ പോലും, അല്ലെങ്കിൽ നമ്മുടേക്കൊക്കെ നമുക്കും എത്തിച്ചേരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണിത്. Are we brave enough and wise enough to grasp this opportunity and accept the challenge of the future? അപ്പോൾ ആ ഒരു അവസരം കയ്യിലെടുത്തുകൊണ്ട്, അത് ഗ്രാസ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫ്യൂച്ചറിനെ ചാലഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാണോ എന്ന് ചോദിക്കുകയാണ്. ഫ്രീഡം ആൻഡ് പവർ ബ്രിങ് റെസ്പോൺസിബിലിറ്റി, ഇതായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, സ്വാതന്ത്ര്യവും അതേപോലെ തന്നെ അധികാരവും രണ്ടും എന്താ നമുക്ക് കൊണ്ടുവരുന്നത്? ഉത്തരവാദിത്തമാണെന്നാണ് പറയണം. ദ റെസ്പോൺസിബിലിറ്റി റെസ്റ്റ് അപ്പോൺ ദിസ് അസംബ്ലി, എ സൊവേറിയൻ ബോഡി റെപ്രസെൻറ്റിംഗ് ദ സൊവേറിയൻ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ എന്താണ് ഈ ഒരു സൊവേറിയൻ ബോഡീനെ, അല്ലെങ്കിൽ ആ സൊവേറിയൻ ആയിട്ടുള്ള ഇന്ത്യയിലെ ജനങ്ങളിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഷോൾഡറിൽ ആ ഒരു ഉത്തരവാദിത്തം കിടക്കുന്നുണ്ട്. Before the birth of freedom, we have endured all the pains of labor and our hearts ഹെവി വിത്ത് ദ മെമ്മറി ഓഫ് ദിസ് സോർ. നമ്മൾ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വേദന, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ആ ഒരു വേദനയുടെ മെമ്മറി നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. സം ഓഫ് ദോസ് പെയിൻസ് കണ്ടിന്യൂ ഈവൻ നൗ. ആ വേദനകൾ പലതും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നെവർദലെസ് ദ പാസ്റ്റ് ഇസ് ഓവർ ആൻഡ് ഇറ്റ് ഈസ് എ ഫ്യൂച്ചർ ദാറ്റ് ബിക്കംസ് ടു അസ് നൗ. എന്തൊക്കെയായിരുന്നാലും നമ്മുടെ ആ ഒരു പാസ്റ്റ് കഴിഞ്ഞു, അത് തീർന്നു, നമ്മുടെ സഫറിങ്സ് എല്ലാം അവസാനിച്ചു. ഇപ്പം എന്താണ് നമ്മുടെ മുന്നിൽ? ഒരു ഫ്യൂച്ചറാണ് നമ്മളതിനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. The future is not one of ease or resting, but of incessant striving, so that we may fulfill the pledges we have so often taken and the one we shall take today. ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സംഭവം ശരിയാണ്, സഫറിങ്സൊക്കെ കഴിഞ്ഞു, ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞു. പക്ഷേ ഫ്യൂച്ചർ, ഇനി വരാൻ പോകുന്ന ഭാവി എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന, നമുക്ക് ഇനി ഇത്രയും കാലം കഷ്ടപ്പെട്ടല്ലോ, ഇനി റെസ്റ്റ് ചെയ്യാം, അങ്ങനെ ഇരിക്കാൻ പറ്റുന്നൊരു ഫ്യൂച്ചർ അല്ല നമുക്കുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നിലയ്ക്കാത്ത സ്ട്രൈവിങ്, നിലയ്ക്കാത്ത പരിശ്രമങ്ങൾ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള പ്രതിജ്ഞകൾ പാലിക്കാനും ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രതിജ്ഞ പാലിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഇനിയും അങ്ങോട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. The service of India means the service of the millions who suffer. ഇന്ത്യ സേവിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്ത്യയിലെ ഒരുപാട്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള മില്യൺസ് ഓഫ് പീപ്പിളിനെ സെർവ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. ഇറ്റ് മീൻസ് എൻഡിങ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇഗ്നറൻസ് ആൻഡ് ഡിസീസ് ആൻഡ് ഇൻഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു ലൈന് ഓർത്ത് വയ്ക്കുക. എൻഡിങ് ഓഫ് പോവേർട്ടി ആൻഡ് ഇഗ്നറൻസ് ആൻഡ് ഡിസീസ്. പോവേർട്ടിനെയും ഇഗ്നറൻസിനെയും ഡിസീസിനെയും ഒക്കെ എൻഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻഇക്വാളിറ്റി ഇല്ലാണ്ടാക്കുക. അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റികളൊക്കെ എല്ലാവർക്കും കറക്റ്റായിട്ട് എത്തുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദ ആംബിഷൻ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മാൻ ഓഫ് അവർ ജനറേഷൻ ഹാസ് ബീൻ ടു വൈപ്പ് എവറി ടിയർ ഫ്രം എവറി ഐ. നമ്മുടെ ഈ ഒരു ജനറേഷനിലെ ഏറ്റവും എന്താ പറയുക, ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും മഹാനായിട്ടുള്ള ആ മനുഷ്യൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്തായിരുന്നു? ടു വൈപ്പ് എവറി ടിയർ ഫ്രം എവറി ഐ. എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നിൽക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആരാണ് ഗ്രേറ്റസ്റ്റ് മാൻ? മഹാത്മാഗാന്ധിയാണ് അല്ലേ? അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ജവഹർലാൽ നെഹ്റു ആ സ്പീച്ചിൽ മെൻഷൻ ചെയ്യുന്ന ഗ്രേറ്റസ്റ്റ് മാൻ ഓഫ് അവർ ജനറേഷൻ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിയാണ്. ദർ മേ ബി ബിയോണ്ട് us, but as long as there are tears and suffering, so long our work will not be over. അപ്പോൾ ആരുടെയൊക്കെ കണ്ണുകളിൽ എത്ര കാലം കണ്ണുനീര് നിലനിൽക്കുന്നുണ്ട്, അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ സഫറിങ് അവസാനിച്ചിട്ടില്ല, നമ്മുടെ ആ ഒരു എന്താ പറയുക, അധ്വാനിക്കേണ്ട, വർക്ക് ചെയ്യേണ്ടെന്ന സിറ്റുവേഷൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരുടെയും വിഷമങ്ങൾ ദൂരീകരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വർക്ക് എൻഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് സോ വി ഹാവ് ടു ലേബർ ആൻഡ് ടു വർക്ക്. നമ്മൾ കഷ്ടപ്പെടണം, നമ്മൾ ജോലി ചെയ്യണം. ആൻഡ് വർക്ക് ഹാർഡ് ടു ഗിവ് റിയാലിറ്റി ടു അവർ ഡ്രീംസ്. ദോസ് ഡ്രീംസ് ആർ ഫോർ ഇന്ത്യ, ബട്ട് ദേ ആർ ഓൾസോ ഫോർ ദ വേൾഡ്. ഫോർ ഓൾ ദ നേഷൻസ് ആൻഡ് പീപ്പിൾസ് ആർ ടു ക്ലോസ്ലി knit together today for any one of them to imagine that it can live apart. Peace has been said to be indivisible, so is freedom, so is prosperity now, and so also is disaster in this one world that can no longer be split into isolated fragments. നമ്മൾ ഒന്നിച്ചൊരു
കൂട്ടമായിട്ട് നമ്മളിരിക്കുക. അതിനെ സെപ്പറേറ്റ് ആക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡ്രീംസിനെ റിയാലിറ്റിയാക്കി കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, മൊത്തം വേൾഡിൻ്റെ തന്നെ ഡ്രീംസാണ്. മൊത്തം ലോകത്തെ നമ്മൾ നമ്മുടെ സഹോദരങ്ങളായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അവിടെ പീസ് കിട്ടാത്തവർക്ക് അവർക്ക് പീസ് എത്തിക്കണം. അതേപോലെ തന്നെ അവിടെ പ്രോസ്പെറിറ്റി ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് പ്രോസ്പെറിറ്റി എത്തിക്കാൻ സാധിക്കണം. ഡിസാസ്റ്റർ ഉള്ള സ്ഥലത്ത് നമുക്ക് അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എത്താൻ സാധിക്കണം. അങ്ങനെ ഹോൾ വേൾഡിനെ നമ്മുടെ ഇന്ത്യ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. To the people of India, whose representatives we are, we make an appeal to join us with faith and confidence in this great adventure. അപ്പോൾ അദ്ദേഹം പറയണം, നമ്മുടെ ഈ ഒരു ഇന്ത്യയിലെ ജനങ്ങളോട് പറയണം, നമ്മളെന്താണ് ഈ ജനങ്ങളുടെ എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ആര്, നമ്മൾ ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഇന്ത്യയിലെ ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ഉള്ളിൽ ആ ഒരു ഫെയ്ത്തും കോൺഫിഡൻസും നിറയ്ക്കണം. എന്നിട്ട് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള അഡ്വഞ്ചറിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടതായിട്ടുണ്ട്. ദിസ് ഈസ് നോട്ട് ടൈം ഫോർ pretty and destructive criticism, no time for ill will or blaming others. ഒരുപാട് എന്താ പറയുക, ആശയത്തിലുള്ള വ്യത്യാസങ്ങളും ഒരുപാട് ക്രിറ്റിസിസംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇനി അതിനുള്ള സമയം നമുക്ക് രാഷ്ട്രീയപരമായിട്ട് വ്യക്തിപരമായിട്ട് ഒരുപാട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അത്രയും കാലത്തിൻ്റെ ഉള്ളിൽ. പക്ഷേ അതിലൊന്നും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ ഒന്നും നിൽക്കേണ്ട സമയമല്ല ഇനി അങ്ങോട്ടുള്ളത്. വി ഹാവ് ടു ബിൽഡ് ദ നോബിൾ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ where all her children made well. ആ ഒരു എന്താ പറയുക, ഫ്രീ ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആ ഒരു മാൻഷൻ നമ്മളവിടെ ബിൽഡ് ചെയ്ത് കൊടുക്കണം. ഒരു കൊട്ടാരം പോലെ നമുക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കണം. അവിടെ ഇന്ത്യയുടെ മക്കളൊക്കെ എല്ലാവർക്കും ഒരേപോലെ ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കണം. ദ അപ്പോയിൻറ്റഡ് ഡേ ഹാസ് കം, ദ ഡേ അപ്പോയിൻറ്റഡ് ബൈ ഡെസ്റ്റിനി ആൻഡ് ഇന്ത്യ സ്റ്റാൻഡ്സ് ഫോർത്ത് അഗെയിൻ. ആഫ്റ്റർ ലോങ് സ്ലംബർ ആൻഡ് സ്ട്രഗിൾ അവേക്ക് വൈറ്റൽ ഫ്രീ ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വീഴ്ചകൾ വന്നിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യണം, ഉയർന്ന് നിൽക്കുകയാണ്, ഉണർന്ന് നിൽക്കുകയാണ്. അതേപോലെ തന്നെ പ്രാധാന്യമുള്ളൊരു റോളിൽ സ്വതന്ത്രമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവിടെ നിൽക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ദ പാസ്റ്റ് ക്ലിങ്സ് on to us still in some measure, and we have to do much before we redeem the pledges we have so often taken. പാസ്റ്റ് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പണഞ്ഞ് കിടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. Yet the turning point is the past and history begins anew for us, the history which we shall live and act and others will write about. പാസ്റ്റ് കഴിഞ്ഞ് അതൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം എന്താണ്, ഹിസ്റ്ററി ബിഗൻസ് അന്യൂ ഫോർ അസ്. നമ്മുടെ ഉള്ളിലെല്ലാം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ഒരു ഹിസ്റ്ററി എന്താണ്, നമ്മുടെ ഉള്ളിൽ ജീവിച്ചിരിക്കും. അതേപോലെ തന്നെ മറ്റുള്ളവരെ എഴുതപ്പെടുകയും ആക്ട് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഹിസ്റ്ററിയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ഫെയ്റ്റ്ഫുൾ മൊമെൻറ്റ് ഫോർ അസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ഫെയ്റ്റ്ഫുൾ ആയിട്ടുള്ള മൊമെൻ്റ് ആണ്. ഫോർ ഓൾ ഏഷ്യ ആൻഡ് ഫോർ ദ വേൾഡ്. A new star rises, the star of freedom in the east. A new hope comes into being. A vision long cherished materializes. അപ്പോൾ എന്താണ്, പുതിയൊരു സ്റ്റാർ, പുതിയൊരു നക്ഷത്രം ഉദിച്ചു വന്നിരിക്കുകയാണ് ആ ഒരു ഈസ്റ്റിനെ സംബന്ധിച്ച്. അതേപോലെ തന്നെ ഒരു പുതിയൊരു എന്താ പറയുക, ഹോപ്പ്, പുതിയൊരു പ്രതീക്ഷയായിട്ടാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ഉദിച്ചു വന്നിട്ടുള്ളത്. മേ ദ സ്റ്റാർ നെവർ സെറ്റ് ആൻഡ് ദാറ്റ് ഹോപ്പ് നെവർ ബി ബിട്രൈഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇപ്പോൾ ഉദിച്ചു വന്നിട്ടുള്ള നമ്മുടെ രാജ്യമാകുന്ന ആ ഒരു നക്ഷത്രം ഒരിക്കലും അസ്തമിക്കാതിരിക്കട്ടെ, അതൊരിക്കലും വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ. അത് ഇതേപോലെ തന്നെ കത്തിജ്വലിച്ച് എല്ലാ കാലവും നിലനിൽക്കട്ടെ. We rejoice in that freedom, even though clouds surround us and many of our people are sorrow-stricken and difficult problems encompass us. എപ്പോഴും നമുക്കറിയാം ഒരുപാട് ആളുകൾ സഫർ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡിഫിക്കൽട്ട് പ്രോബ്ലങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഫ്രീഡം brings responsibilities and burdens and we have to face them in the spirit of a free and disciplined people. ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എന്താണ്, റെസ്പോൺസിബിലിറ്റിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ സ്പിരിറ്റ് ഒട്ടും ഇല്ലാണ്ടാവാതെ വളരെ ഫ്രീ ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. ഫ്രീഡം കിട്ടില്ല എന്ന് വിചാരിച്ച് എന്തും ചെയ്യാമെന്നൊരു ധാരണയിലേക്ക് പോകരുത്. On this day, our first thoughts go to the architect of this freedom, the father of our nation, who embodying the old spirit of India, held aloft the torch of freedom and lighted up the darkness and surrounded us. അവിടെ അദ്ദേഹം വീണ്ടും മെൻഷൻ ചെയ്യുകയാണ്, നമ്മുടെ ഫാദർ ഓഫ് അവർ നേഷൻ, അതേപോലെ തന്നെ ആർക്കിടെക്റ്റ് ഓഫ് ദിസ് ഫ്രീഡം എന്നാണ് പറഞ്ഞത്. ഈ ഒരു ഫ്രീഡത്തിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ആരാണ്, ഗാന്ധിജിയെയാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫാദർ ഓഫ് അവർ നേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽഡ് അലോഫ്ഡ് ദ ടോർച്ച് ഓഫ് ഫ്രീഡം എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇരുട്ടിൽ നിന്നിരുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഒരു ടോർച്ച് പിടിച്ചുകൊണ്ട് ആ ഒരു ഉയരത്തിൽ ടോർച്ച് ഉയർത്തി പിടിച്ച് വെളിച്ചം പകർന്ന് തന്നിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ഗാന്ധിജി. വി ഹാവ് ഓഫൻ ബീൻ അൺവർത്തി ഫോളോവേഴ്സ് ഓഫ് ഹസ് ആൻഡ് ഹാവ് സ്ട്രേഡ് ഫ്രം ഹസ് മെസ്സേജ്, but not only we but succeeding generations will remember this message and bear the imprint in their hearts of this great son of India, magnificent in his faith and strength and courage and humility. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശക്തിയിൽ, അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ ഹ്യൂമിലിറ്റിയിൽ എല്ലാം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ മാത്രമല്ല നമുക്ക് ശേഷം വരുന്ന ജനറേഷനിലുള്ള ആളുകളൊക്കെയും അദ്ദേഹത്തിൻ്റെ മെസ്സേജ് റിമെമ്പർ ചെയ്യണം.
അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരണം, അദ്ദേഹത്തിൻ്റെ ഹൃദയം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കണം. വി ഷോൾ നെവർ അലൗ ദ ടോർച്ച് ഓഫ് ഫ്രീഡം ടു ബി ബ്ലോൺ ഔട്ട് ഹവർ ഹൈ ദ വിൻഡ് ഓർ സ്റ്റോമി ദ ടെമ്പസ്റ്റ്. എത്രത്തോളം വലിയ കൊടുങ്കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞാലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ടോർച്ചിൻ്റെ വെളിച്ചം കെട്ടുപോകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. Our next thoughts must be of the unknown volunteers and soldiers of freedom who without praise or reward have served India even unto death. അതേപോലെ നമ്മളിവിടെ ഒരിക്കലും നമ്മുടെ യാതൊരു തരത്തിലുള്ള പ്രശംസയോ അല്ലെങ്കിൽ ഒരു തിരിച്ചറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്യാതെ നമ്മുടെ ഫ്രീഡത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് വോളണ്ടിയേഴ്സ്, സോൾജിയേഴ്സ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെയും അവരെയൊക്കെയും എന്ത് ചെയ്യാണ്, ആ ഒരു റിവാർഡ് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവർ അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെയൊക്കെയും എന്ത് ചെയ്യണം, ആ ഒരു വേളയിൽ അദ്ദേഹം സംസാരിക്കണം, അവരെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. വി തിങ്ക് ഓൾസോ അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹു ഹാവ് ബീൻ കട്ട് ഓഫ് ഫ്രം അസ് ബൈ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ആൻഡ് ഹു അൺഹാപ്പിലി കനോട്ട് ഷെയർ അറ്റ് പ്രസൻറ്റ് ഇൻ ദിസ് ഫ്രീഡം ദാറ്റ് ഹാസ് കം. അതേപോലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള, വിഭജിക്കപ്പെട്ടിട്ടുള്ള ആളുകളെക്കുറിച്ചൊക്കെ, സഹോദരങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുകയാണ്. അവർക്കൊന്നും ഇപ്പം നമ്മുടെ കൂടെ ഈ ഒരു സിറ്റുവേഷനിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, എന്നാലും അവരെക്കുറിച്ചൊക്കെയും അദ്ദേഹം ചിന്തിക്കുകയാണ്. ദേ ആർ ഓഫ് അസ് ആൻഡ് വിൽ റിമെയിൻ ഓഫ് അസ് വാട്ട് എവർ മേ ഹാപ്പൻ ആൻഡ് വി ഷോൾ ബി ഷെയറേഴ്സ് ഓഫ് ദെയർ ഗുഡ് ഓർ ഇൽ ഫോർച്യുനേറ്റ് അലൈക്ക്. അപ്പോൾ അവർക്ക് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യത്തിലും അവരുടെ കൂടെ നിൽക്കാനും എല്ലാ കാലത്തും നമ്മുടെ ഒപ്പം തന്നെ അവരുണ്ടായിരിക്കും എന്നൊരു പ്രത്യാശ കൂടെ അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുകയാണ്. ദ ഫ്യൂച്ചർ ബിക്കംസ് ടു അസ് whither do we go and what shall be our endeavor to bring freedom and opportunity to the common man, to the peasants and the workers of India, to fight and end poverty and ignorance and disease. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അതുകൊണ്ട് അത് കാണാതെ തന്നെ പഠിക്കുക കേട്ടോ. എറാഡിക്കേറ്റ് പോവേർട്ടി, ഇഗ്നറൻസ് ആൻഡ് ഡിസീസ്, അല്ലെങ്കിൽ എൻഡ് പോവേർട്ടി, ഇഗ്നറൻസ് ആൻഡ് ഡിസീസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആപ്തവാക്യം, അല്ലെങ്കിൽ അദ്ദേഹം അതിൽ മെയിൻ ഫോക്കസ് കൊടുക്കുന്ന ആ ഒരു കാര്യത്തിനാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഇന്ത്യയിലെ എല്ലാവരുടെയും ഫ്രീഡത്തിന് വേണ്ടി, ഓപ്പർച്യൂണിറ്റിന് വേണ്ടി, സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി, പെസൻസിന് വേണ്ടി, വർക്കേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ പോവേർട്ടി, ഇഗ്നറൻസ്, ഡിസീസ് ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടു ബിൽഡപ്പ് എ പ്രോസ്പെറസ് ഡെമോക്രാറ്റിക് ആൻഡ് പ്രോഗ്രസീവ് നേഷൻ. അതേപോലെ തന്നെ വളരെ സമൃദ്ധമായിട്ടുള്ള, ജനാധിപത്യപരമായിട്ടുള്ള, ഉയർച്ചയുള്ള ഒരു നേഷന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. And to create social, economic and political institutions which will ensure justice and fullness of life to every man and woman. എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് എന്ത് ചെയ്യും, സാമൂഹികപരമായിട്ട്, സാമ്പത്തികപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ടും ഒക്കെ എല്ലാ തരത്തിലുള്ള ഈക്വാലിറ്റിയും ജസ്റ്റിസും നീതിയും ഒക്കെ നടപ്പിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. We have hard work ahead. There is no resting for any one of us till we redeem or pledge in full, till we make all the people of India what destiny intended them to be. എന്താണ് ഡെസ്റ്റിനി എന്ന് അറിയുന്ന ആ ഒരു പ്ലഡ്ജിന് സിൻസിയറിറ്റി കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മുടെ ആ ഒരു പ്രതിജ്ഞ സാക്ഷാത്കരിക്കുന്നത് വരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. വി ആർ സിറ്റിസൺസ് ഓഫ് എ ഗ്രേറ്റ് കൺട്രി ഓൺ ദ വേർജ് ഓഫ് ബോൾഡ് അഡ്വാൻസ് ആൻഡ് വി ഹാവ് ടു ലിവ് അപ്പ് ടു ദാറ്റ് ഹൈ സ്റ്റാൻഡേർഡ്. നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഗ്രേറ്റ് കൺട്രിയുടെ സിറ്റിസൺസ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ബോൾഡായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഹൈ സ്റ്റാൻഡേർഡിലുള്ള ജീവിതം നമുക്ക് കിട്ടുള്ളൂ. All of us, to whatever religion we may belong, are equally the children of India with equal rights, privileges and obligations. ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും നമുക്ക് എന്താണ്, ഇന്ത്യയിൽ ഒരേ അവകാശമാണുള്ളത്, ഒരേ പ്രിവിലേജുകളാണ്, ഒരേ ഒബ്ലിഗേഷൻസ് ആണ്. We cannot encourage communalism or narrow mindedness, for no nation can be great whose people are narrow in thought or in action. ഒരിക്കലും നമ്മൾ എന്ത് സപ്പോർട്ട് ചെയ്യില്ല, നമ്മുടെ നാട്ടിൽ ഒരു കമ്മ്യൂണലിസം, ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചിന്ത നമ്മൾ ഒരിക്കലും അംഗീകരിക്കില്ല. മാത്രമല്ല സങ്കുചിതമായ മനോഭാവങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഏതൊരു രാഷ്ട്രത്തിലായാലും ഏതൊരു രാജ്യത്തിലായാലും അവിടെയുള്ള ജനങ്ങളുടെ മനസ്സ് സങ്കുചിതമായി പോയിട്ടുണ്ടെങ്കിൽ, നാരോ ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനൊരിക്കലും വളരാനായിട്ട് സാധിക്കില്ല. ടു ദ നേഷൻസ് ആൻഡ് പീപ്പിൾസ് ഓഫ് ദ വേൾഡ് വി സെൻഡ് ഗ്രീറ്റിംഗ്സ് ആൻഡ് പ്ലഡ്ജ് ourselves to cooperate with them in furthering peace, freedom and democracy. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലഡ്ജ് ചെയ്യാണ്, പ്രതിജ്ഞ ചെയ്യുകയാണ്, ഈ ഒരു ലോകത്തുള്ള വേറെ ഏത് രാജ്യത്തുള്ള വ്യക്തികളായിക്കോട്ടെ, എന്താ പറയുക, ജനങ്ങളായിക്കോട്ടെ, അവരുടെ ഒക്കെയും നല്ലതിന് വേണ്ടിയിട്ട്, അവരുടെ ഒക്കെയും സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നുള്ളൊരു പ്രതിജ്ഞ നമ്മളവിടെ എടുക്കുകയാണ്. ആൻഡ് ടു ഇന്ത്യ, our much loved motherland, the ancient, the eternal and the ever new, we pay our reverent homage and we bind ourselves afresh to her service. ജയ് ഹിന്ദ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു രാഷ്ട്രത്തിന് കിട്ടേണ്ടുന്ന തരത്തിൽ പുതിയതായിട്ടൊരു തുടക്കം നമ്മൾ കിട്ടുകയാണ്. നമുക്ക് അത്രയും സ്നേഹമുള്ള നമ്മുടെ ഭൂമിയാണല്ലോ അല്ലേ. അപ്പോൾ മദർ ലാൻഡിന് വേണ്ടിയിട്ട്, അത്രയും ഇറ്റേണൽ ആയിട്ടുള്ള, എവർ ന്യൂ ആയിട്ടുള്ള ആ ഒരു രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ റെസ്പെക്റ്റ് നമ്മളവിടെ കാണിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സർവീസ് നമ്മളവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു സ്പീച്ച് എൻഡ് ചെയ്യുകയാണ്. താങ്ക് യു.